എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ നാം അശാന്തിയുടെ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഗൾഫ് മേഖലകൾ മൊത്തം ഒരു യുദ്ധഭീതിയിലാണ്. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 10,000 പേരുടെ യാത്രയ്ക്കാണ് മുടക്കം സംഭവിച്ചിരിക്കുന്നത്. എല്ലാ എയർപോർട്ടും എൻ്റെ ഓപ്പറേഷൻ റദ്ദ് ചെയ്തിരിക്കുകയാണ്. വന്ന യാത്രക്കാർ അവർ വന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നാട്ടിലാർക്കും എത്താൻ വയ്യാത്ത സാഹചര്യവുമായി വളരെ ദുഃഖകരമായ വാർത്തയാണ്. പലരും വീട്ടിൽ മരണപ്പെട്ടവരുടെ കർമ്മങ്ങൾക്കായി വരേണ്ടവരുണ്ടായി. വിവാഹം നടത്തേണ്ടവരുണ്ടായി. അങ്ങനെ രോഗശൈലിയിൽ കിടക്കുന്ന ബന്ധുജനങ്ങളെ കാണേണ്ടവരുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുമായി നാട്ടിൽ വരാനുള്ള ഏതാണ്ട് 10,000-ഓളം പാസഞ്ചേഴ്സിൻ്റെ ജേണിയാണ് ബ്രേക്കായിരിക്കുന്നത്. ഇതിനി എത്ര ദിവസം കാണും എന്നറിയില്ല. എത്രയും വേഗം ഇതിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഓരോ നിമിഷങ്ങൾ ചെല്ലുന്തോറും അതിൻ്റെ ഭീതി കൂടി വരികയാണ്. കാരണം ഈ അവിടുത്തെ ഭരണാധിപൻ ഖമേനിക്ക് ശേഷം അവിടെ മറ്റൊരാളെ ഈ ഇറാൻ ജനത അടുത്ത സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അവരുടെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല, എങ്കിലും അവർ തിരിച്ചടിക്കും എന്ന് പറയുകയാണ്. വീണ്ടും പല സ്ഥലങ്ങളിലും ഇവരുടെ മിസൈൽ ആക്രമണമുണ്ടായി. ഗൾഫിൽ പല ഭാഗങ്ങളിലും, അതായത് അമേരിക്കൻ സെൻട്രൽ സൈനിക കേന്ദ്രങ്ങൾ എവിടേക്കുണ്ട് അവിടേക്കാണ്. പക്ഷേ ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി ആ കേന്ദ്രങ്ങൾ വിട്ട് മറ്റുള്ള സിവിലിയൻ സ്ഥലങ്ങളിലേക്കും ഇവരുടെ ആക്രമണം വന്നുകൂടായികയില്ല. ഇതെല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ കരുതുന്നതായിരിക്കില്ല സംഭവിക്കുന്നത്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഇതിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെടുന്നു എന്നാർക്കും അറിയില്ല. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോണ നമ്മുടെ ഇന്ത്യക്കൊക്കെയാണ്. കാരണം പ്രധാനമായി ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഈ എണ്ണ ടാങ്കറുകൾ മൂവ്മെൻറ്റ്സ് നടത്തുന്നത്. ഇപ്പോൾ അതിന് തടസ്സങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ മൂലം ഉണ്ടാകുന്നത്, നാം ഇന്ന് കിട്ടുന്ന എണ്ണ വിലയുടെ 10 മടങ്ങ്, ഒരുപക്ഷെ ഡബിൾ ആയിക്കൂടൊന്നുമില്ല, ആ ലെവലിലോട്ട് എത്തിച്ചേരും. കാരണം ക്രൂഡ് ഓയിൽ വരണമെങ്കിൽ ആ ഹോർമൂസ് കടലിടുക്കിൽ കൂടിയായിരിക്കും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറേബ്യൻ സമുദ്രം കൂടെയൊക്കെ കടക്കാൻ. അതിപ്പോൾ ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയാണ്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒപ്പം നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് ഇന്ത്യ എന്ത് നിലപാടാണ് ഇതിലോട്ട് സ്വീകരിക്കുന്നതും നാം കാണേണ്ട ഒരു വസ്തുതയാണ്. എന്താണേലും ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻസിനും അതിലുപരി കേരളത്തിലുള്ളവർക്കുമാണ്. ഇതിൽ വേറൊരു പ്രധാന ഘടകം, അമേരിക്ക, യൂറോപ്പ് അവിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസും അവർ നാട്ടിലെത്തണമെങ്കിൽ അവർ വരുന്നത് കൂടുതലും വയ ദുബൈയാണ്. ആ ദുബൈ ടെർമിനൽ, ദുബായ്, ഖത്തർ, ബർൺ, ഈ വഴിക്കൊക്കെയാണ് വരുന്നത്. ദാറ്റ് ഈസ് അവർക്കൊരു ഷോർട്ട് റൂട്ടാണ്. പക്ഷെ അതും ഇപ്പോൾ നിന്നിരിക്കുകയാണ്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതും അവിടെ നിന്നൊക്കെ 10-12 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ വഴിക്ക് വീണ്ടും മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ കാര്യമാണ്. എന്തായിരുന്നാലും ഇത് കൂടുതൽ നാൾ തുടർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. രണ്ടാമത് എക്കണോമിക് ഫാക്ടർ, അതായത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയുടെ തടസ്സമുണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത്ര എളുപ്പമല്ല യുദ്ധമെന്ന് പറയുന്നത്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നില്ല, അത് യുദ്ധക്കെടുതികൾ, യുദ്ധത്തിൽ പെടുക, അതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ നാട്ടിലുള്ള ഓരോ കുടുംബങ്ങൾ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. അവർക്കതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. വീട്ടുകാർക്ക് വളരെ വേദനയുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ, അവർക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഇനി യുദ്ധമുഖത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നമുക്ക് ലഭ്യമല്ല. അത് പാർട്ട് ഓഫ്
ഒരു ടാക്ടിക്സാണ്. കാരണം നമ്മൾ എല്ലാം അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പാനിക്കാകട്ടെ കഴിയുന്നതും അത് ഈ മാധ്യമങ്ങൾ അതിനെ വളരെ തന്ത്രപൂർവം സമാധാനമായി മൈൽഡായിട്ടായിരിക്കണം വാർത്തകൾ പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടത്. അല്ലാതെ വലിയ കുഴപ്പമാണ് എല്ലാം അങ്ങനെ ഒത്തിരി വിമർശമായ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കാതിരിക്കുന്നതാണ് ഉചിതം. അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാൽ ശരിക്കും യുദ്ധമുഖത്ത് നടക്കുന്ന ആ പിക്ചർ അതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാണിക്കുന്ന ഒട്ടും ശരിയില്ല. എന്തായിരുന്നാലും നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊന്ന് മാറിക്കിട്ടട്ടെ. എങ്കിൽ തന്നെയും ഇറാനെ സംബന്ധിച്ചിട്ട് അവരുടെ ഉള്ള വെപ്പൺസ് എല്ലാം തീരും വരയ്ക്കും അവർ ഫൈറ്റ് ചെയ്യുമായിരിക്കാം. അതിനുശേഷം ഒരു പക്ഷേ അവർ സമാധാന സന്ധിയിലേക്ക് കടക്കും. അതുവരയ്ക്കും കാരണം ഈ അയാത്തുള്ള ഖമേനി ഒരു മത നേതാവാണ്, ഒരു ഷിയ മതക്കാരുടെ ഒരു സമുന്നത നേതാവാണ്. അതൊരു പ്രധാന കാരണം. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ കാശ്മീരിലും ഷിയാക്കൾ എന്തോ ബഹളം കാണിച്ചതുപോലുള്ള ന്യൂസുകൾ വന്നിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ നമ്മുടെ ഇവിടെ കിടന്ന് ഇതിനെ എതിർത്തിട്ടോ പറഞ്ഞിട്ടോ ഇതൊന്നും കാര്യമില്ല. ഇത് പൊളിറ്റിക്സ്, ആസ് പെർ ദ പൊളിറ്റിക്സ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കാതിരിക്കട്ടെ. സമാധാനത്തോടെ ഇതിന് പ്രതിവിധി ഉണ്ടാകട്ടെ. അതിന് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെയും ഫോറിൻ മിനിസ്ട്രി വേണ്ട വിദേശകാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നോക്കാം. പിന്നെ അവിടെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എവാക്യുവേറ്റ് ചെയ്യണം. അതും വളരെ പ്രധാനപ്പെട്ട കാരണം കുറച്ച് ആൾക്കാരുടെ അവിടെ ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ബട്ട് ഗൾഫ് മേഖലയിൽ ഇങ്ങനെയുള്ളൊരു അശാന്തി വന്നാൽ അത് അത്ര പെട്ടെന്ന് കൺട്രോൾ ചെയ്യാവുന്ന ഒന്നല്ല. കാരണം ഇത് ഒരു സ്റ്റേഷനിൽ മാത്രമല്ല, ഖത്തറുണ്ട്, ഒമാനുണ്ട്, ബഹ്റൈനുണ്ട്, UAE ഉണ്ട്, അബുദാബിയുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു രാജ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇവിടെ എല്ലാം കൂടെയാണ് ഏതാണ്ട് നിയർ അബൌട്ട് 10 ലക്ഷം ആൾക്കാർ, അറൗണ്ട് ഐ തിങ്ക് 10 ലക്ഷം ആൾക്കാർ വരെ ഈ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഒന്ന് അവിടെ നിന്ന് വാക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം തുടരാൻ വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ സുപ്രഭാതത്തിൽ നല്ലൊരു വാർത്ത നമുക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.